These program brought to you by Bin Musa Travels, Dubai and Abu Dhabi. Lucky Center and Lucky Department Store, Ajuma. Al Hamour Restaurant, Al Bidia and Dibba. നമസ്കാരം. അവർ ടി വി 24/7 അക്ഷരപ്പുലരിയിലേക്ക് സ്വാഗതം. കഥ എഴുതുന്ന ഒരാൾ അയാൾ ജീവിച്ചിരുന്ന കാലത്തെയും ദേശത്തെയും ചിലപ്പോൾ അയാൾക്കുള്ളിലെ മറ്റൊരു കാലത്തെയും ഓർമ്മകളായി കിടക്കുന്ന അനുഭവങ്ങളെയും സൃഷ്ടിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. കഥ എഴുതുന്നതിൽ കഥകളിൽ കഥാപാത്രങ്ങൾ ജീവിച്ചിരുന്നവർ ആയിരിക്കാനും ജീവിച്ചിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധം എഴുതാനും ഒക്കെയുള്ള സാധ്യതകൾ എഴുത്ത് എന്ന സങ്കേതത്തിലുണ്ട്. നവ്യമായ ഒരു കഥ പറച്ചിൽ രീതി കൊണ്ട് നമുക്ക് മുന്നിലേക്ക് ഏതോ നാട്ടിലെ ആരൊക്കെയോ ചിലർ എന്ന പുസ്തകവുമായി എത്തിയ അജിത്താണ് ഇന്ന് അക്ഷരപ്പുലരിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. നമസ്കാരം അജിത്ത്. ഏതോ നാട്ടിലെ ആരൊക്കെയോ ചിലർ എന്ന പുസ്തകം എനിക്ക് സമ്മാനിച്ചത് എൻ്റെ വായനയുടെ ഒരു ഗൃഹാതുരത്വത്തെ തിരിച്ചു തരികയാണ് ഉണ്ടായത്. പാലക്കാടൻ ഗ്രാമ അനുഭവങ്ങളിലേക്കും വായനാനുഭവങ്ങളിലേക്കും അതെന്നെ തിരിച്ചു കൊണ്ടുപോവുകയുണ്ടായി. ചോദിക്കട്ടെ, കണ്ണാടി എന്ന ഗ്രാമത്തിലെ എത്ര കഥാപാത്രങ്ങൾ, എത്ര മനുഷ്യർ ഈ പുസ്തകത്തിലേക്ക് താങ്കൾ മോഷ്ടിച്ചിട്ടുണ്ട്? വളരെ ഇഷ്ടപ്പെട്ടൊരു ചോദ്യമായിരുന്നു അത്. ആദ്യ ചോദ്യം തന്നെ വളരെ രസകരമായി. ചിലരുടെ കഥ എന്ന് പറയുന്നത് പലയിടത്തു നിന്നും കേട്ടും കണ്ടും അറിഞ്ഞുമൊക്കെയുള്ള ഒരുപാട് മനുഷ്യരുടെ ജീവിതമാണ് ഈ പുസ്തകത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചത്. അല്ലാതെ പല കണ്ടും കേട്ടും അറിഞ്ഞതുമല്ലാതെ ഭാവനയിൽ നിന്നുള്ള കുറച്ച് കഥാപാത്രങ്ങളും ഈ പുസ്തകത്തിലുണ്ട്. അപ്പോൾ അനീഷ ചോദിച്ചതുപോലെ കണ്ണാടി എന്നുള്ള ഗ്രാമത്തിലുള്ള ചിലരും ഉണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും ഈ പുസ്തകത്തിൽ കണ്ണാടിക്കാർ മാത്രമല്ല ഉള്ളത്. ഫിക്ഷൻ്റെ എലമെൻസും ഉണ്ട്. ഫിക്ഷൻ എലമെൻസും ഉണ്ട്. മറ്റ് നാടുകളിൽ നിന്ന് കേൾക്കാനിടയായിട്ടുള്ള കഥകളുമുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ കൂട്ടുകാരിൽ നിന്നും അതുപോലെ പ്രായമായിട്ടുള്ള മുത്തശ്ശിമാരിൽ നിന്നും നമ്മുടെ മുൻതലമുറകളിൽ നിന്ന് അമ്മാവന്മാരിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ള ഒരുപാട് കഥകൾ, നമ്മുടെ കണ്ണാടിയിൽ നടന്നിട്ടുള്ളതും അല്ലെങ്കിൽ മറ്റ് നാടുകളിൽ നടന്നിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള കഥകൾ കേട്ട് പിന്നെ കണ്ടറിഞ്ഞ ചില കഥാപാത്രങ്ങൾ, നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടു വളർന്ന ചില കഥാപാത്രങ്ങൾ, അവരെയൊക്കെയാണ് പുസ്തകമായിട്ട് എഴുതി, അത് കഥകളായി എഴുതി, അവരെക്കുറിച്ച് കഥകളായി എഴുതി അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അല്ലാതെ പൂർണ്ണമായും ഈ പുസ്തകത്തിൽ എല്ലാവരും കണ്ണാടിക്കാരല്ല. ഓക്കെ. പപ്പൻ എന്ന അതിലെ കഥാപാത്രം നമ്മൾ സംസാരിക്കേണ്ടായി. പപ്പനാണ് അതിലെ പ്രധാനമായിട്ടും താങ്കൾ കണ്ണാടിയിൽ നിന്ന് കടമെടുത്ത ഒരു കഥാപാത്രം അല്ലേ? പപ്പനെ കുറിച്ചുള്ള ഓർമ്മകൾ കുറച്ച് പങ്കുവയ്ക്കൂ. പപ്പൻ്റെ സൈക്കിൾ ഷോപ്പ് അല്ലേ? പപ്പൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പപ്പൻ ഇൻസ്പയർ ആയത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു പഴയ സൈക്കിൾക്കാരനായിരുന്നു. പക്ഷേ കഥ പൂർണ്ണമായിട്ടും അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. പപ്പൻ്റേതല്ല. അല്ല. ആ പപ്പൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ മാനറിസങ്ങളും അയാളുടെ സംസാര ശൈലിയും അയാളുടെ കടയുടെ പശ്ചാത്തലങ്ങളും അവിടെ വരുന്ന കുട്ടികളും സ്കൂൾ കുട്ടികളും മുതിർന്നവരും ഒക്കെയുള്ള ആ ഒരു കലപില, ആ പണ്ട് കാലത്ത് ഒരു കവലയിലുണ്ടാകുന്ന സൈക്കിൾ കടയിലുണ്ടാകുന്ന ചില കലപിലകൾ മാത്രമാണ് ആവിഷ്കരിച്ചത്. അതെ, അതാണ് ആവിഷ്കരിച്ചത്. പിന്നീട് പപ്പൻ എന്ത് സംഭവിച്ചു, പപ്പൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതെല്ലാം തികച്ചും ഭാവന മാത്രമാണ്. അതിനൊന്നും ആ കഥാപാത്രത്തിനൊന്നും ചെയ്യാനില്ല. അത് അത്തരത്തിലൊരു കഥാപാത്രം പണ്ട് അവിടെ ഉണ്ടായിരുന്നു. ആളെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ചെറുപ്പകാലം മുതൽ തന്നെ ഞാൻ കണ്ടു വളർന്ന ഒരാളായിരുന്നു. ആളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പപ്പൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ എനിക്ക് ഇൻസ്പയർ ചെയ്യാൻ ഉണ്ടായ മനുഷ്യനെ, നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒന്നും ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അങ്ങനെയാണ് പപ്പൻ്റെ സൈക്കിൾ കട എന്ന കഥ ഉണ്ടാകുന്നത്. പപ്പൻ്റെ സൈക്കിളുകൾ എന്നുള്ള കഥ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഈ കഥകളിൽ കഥാപാത്രങ്ങൾ ആവർത്തിച്ചു വരുന്ന, അല്ലെങ്കിൽ എല്ലാ കഥാപാത്രങ്ങളും ഉള്ള ഒരു തരത്തിലുള്ള കഥാ രീതി അത് അവലംബിക്കാനുള്ള കാരണം? എന്നാൽ അതൊരു നോവൽ അല്ലെങ്കിൽ ഒരു നോവൽ അല്ലതാനും. അത്തരത്തിൽ കഥാപാത്രങ്ങളെ മറ്റ് കഥകളിലേക്ക് കടമെടുക്കാനും പരസ്പരം ഇങ്ങനെ ഓടി നടക്കാനുമുള്ള ആ ഒരു തീരുമാനം എങ്ങനെയാണ്? എന്നോട് പലരും ചോദിച്ചു, ഈ പുസ്തകം വായിച്ച ശേഷം പലരും ചോദിച്ചു, നല്ലൊരു നോവലിനുള്ളൊരു പശ്ചാത്തലമായിരുന്നു, താങ്കൾ എന്തുകൊണ്ട് ഇത് ചെറുകഥകൾ മാത്രമാക്കി ചുരുക്കിയെന്ന് ചോദിച്ചു. ചിലർ ചോദിച്ചു എന്തുകൊണ്ട് ഇത് തുടർന്നും എഴുതുന്നില്ല, ഒരു സീരീസ് ആയിട്ടെന്നും ചോദിച്ചു. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശയം എന്നാൽ ഒരു നാട്, അതാണ് ഏതോ നാട്, നമ്മൾ അടയാളപ്പെടുത്താത്തൊരു നാട്ടിലുള്ള നടക്കുന്ന ചില വ്യത്യസ്ത സംഭവങ്ങളെ മാത്രം എഴുതുക എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്യം. അതുപോലെ തന്നെ എനിക്ക് നിറവേറ്റാനായി എന്നാണ് ഞാൻ കരുതുന്നത്. ഒരിക്കലും ഇത് നോവലാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കാരണം ഒരു തുടർച്ച ഈ പുസ്തകത്തിൽ ഉണ്ടാവണമെന്നോ കഥകൾക്ക് ഉണ്ടാവണമെന്നോ കഥാപാത്രങ്ങൾക്കോ കഥാപശ്ചാത്തലങ്ങൾക്കോ ഉണ്ടാവണമെന്നോ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഒരു നാട്ടിൽ നടക്കുന്ന 10 വ്യത്യസ്ത സംഭവങ്ങൾ അല്ലെങ്കിൽ
ഒരു നാട്ടിലെ ചില ആളുകൾ തമ്മിലുണ്ടാവുന്ന ചില സാഹചര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു നാടാവുമ്പോൾ ആ നാട്ടിൽ പല ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന മറ്റാളുകളുണ്ടാവും. അങ്ങനെയാണ് ഓരോ ആളുകളും ഓരോ കഥാപാത്രവും മറുകഥകളിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ആ കഥകളിലെ പ്രകാരം കയറി വരുന്നൊരു കഥാപാത്രത്തിന് ഒരു പശ്ചാത്തലം ഉണ്ടാവും. അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ പശ്ചാത്തലം മറ്റൊരു കഥയിൽ പറയുന്നുണ്ടാവും. അങ്ങനെ പറയാനാണ് ശ്രമിച്ചത്. പക്ഷേ എനിക്ക് ഈ പുസ്തകം എഴുതുമ്പോൾ നിർബന്ധം ഉണ്ടായിരുന്നു, ഇതൊരു 10 വ്യത്യസ്ത കഥകളായിരിക്കണം, എന്നാൽ കഥകളും കഥാപശ്ചാത്തലവും എല്ലാം തമ്മിലൊരു ബന്ധമുണ്ടാവണം. ആ ഒരു നാടാണ് കേന്ദ്ര കഥാപാത്രം. ഈ 10 കഥകളിലുള്ള കേന്ദ്ര പശ്ചാത്തലം എന്ന് പറയുന്നത് ഏതോ ഒരു നാട് മാത്രമാണ്. അതെ, കൊക്കാളിക്കാവിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ആ ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു പേരൊന്നും എവിടെയും പറയുന്നില്ല. അതാണ് നമ്മൾ ഒരുപക്ഷെ അതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. വളരെ റോ ആയിട്ട്, വളരെ ഇന്നസെൻ്റ് ആയിട്ട്, വളരെ നിഷ്കളങ്കമായ ഒരു രീതി അതിനകത്തുണ്ട്. വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ശ്രമം ഈ കഥ പറച്ചിൽ നടത്തിയിട്ടില്ല. അജിത്തിൻ്റെ ഉള്ളിൽ ഒരു പുസ്തകത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ, പദ്ധതി ഇടുമ്പോൾ വളരെ സ്വാഭാവികമായി വന്ന ഒരു നിർമ്മിതിയാണ് നടത്തിയിട്ടുള്ളത്. അതല്ലാതെ ബോധപൂർവം ഇതിനെ ഒരു നോവലാക്കാനോ അല്ലെങ്കിൽ കഥാപാത്രങ്ങളെ വ്യത്യസ്തരാക്കാനോ ഒന്നുമുള്ള ശ്രമം നടത്താത്തതിൽ അതിൻ്റെ ഒരു ഭംഗി ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം. അത് മനോഹരമായിരിക്കുന്നു സത്യത്തിൽ. സന്തോഷം കേൾക്കാൻ കഴിഞ്ഞതിൽ. ആക്ച്വലി ഈ പുസ്തകം എഴുതണം എന്നുള്ളത് ഞാൻ അത്രയധികം മനസ്സുകൊണ്ട് പ്ലാൻ ചെയ്തൊരു കാര്യമായിരുന്നില്ല. ഇതിലെ 1-2 കഥകൾ പണ്ട് ഞാൻ ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയുണ്ടായി. ഈ പുസ്തകത്തിൽ 1-2 കഥകൾ പങ്കുവെച്ചപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലെ ചില വായനക്കാരിൽ നിന്ന് ലഭിച്ച പ്രോത്സാഹനമാണ് തുടർന്നും ഇങ്ങനെ കഥകൾ എഴുതാമെന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തെ കഥ എഴുതിയപ്പോൾ തന്നെ ആദ്യത്തെ കഥയിലെ ചില കഥാപാത്രങ്ങൾ ആ രണ്ടാമത്തെ കഥയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പലരെന്നോട് പറഞ്ഞു, കൊള്ളാമല്ലോ, രസകരമായിട്ടുണ്ട്. ഈ രണ്ടാമത്തെ കഥ എഴുതിയതിൽ ആദ്യത്തെ കഥയിൽ 1-2 പേര് വരാനുണ്ടായത് ഞങ്ങൾ ശ്രദ്ധിച്ചു. വളരെ ചെറിയ റോളേ ഉള്ളൂ അവർക്ക്, പക്ഷെ ഞങ്ങൾ ശ്രദ്ധിച്ചു. കുറച്ച് പേര് പ്രോത്സാഹിപ്പിച്ചു. എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ ഫേസ്ബുക്കിലുള്ള കുറച്ച് വായനക്കാരും എന്നെ നല്ലപോലെ പ്രോത്സാഹിപ്പിച്ചു. അതിൽ നിന്നുണ്ടായ ഒരു പ്രചോദനമാണ് ഈ ഏതോ നാട്ടിൽ ആരൊക്കെ ചിലർന്നുള്ള പുസ്തകമായിട്ട് പരിണമിച്ചത്. അതിനെനിക്ക് എല്ലാവരോടും നന്ദിയും കടപ്പാടും ഉണ്ട്. പിന്നെ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടും നന്ദിയും പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട 2 സുഹൃത്തുക്കളാണ്. ഒന്ന് സിറാജ് നായർ എന്ന് പറയുന്ന മറ്റൊരു നോവലിസ്റ്റും ഒരു സംവിധായകനുമൊക്കെ ആയ എൻ്റെ അത്രയും പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ്. അപ്പോൾ പുസ്തകം എഴുതുന്ന പല അവസരങ്ങളിലും ഞാൻ പതറിപ്പോയി. പല സമയങ്ങളിലും എനിക്ക് ആശയങ്ങൾ മനസ്സിൽ വരാതെ ബ്ലോക്ക് വന്നിട്ടും മറ്റു പല പ്രശ്നങ്ങളായിട്ടും ഒക്കെ ഞാൻ പല സ്ഥലത്ത് നിലച്ചു പോയി. സ്റ്റക്കായ സമയത്തൊക്കെ എനിക്ക് ഊർജ്ജം തന്നതും കൂടുതൽ എഴുതാൻ എനിക്ക് പ്രചോദനം തന്നതും നീ എഴുതിയില്ലെങ്കിൽ നിന്നെ മുറിക്കകത്തിട്ട് പൂട്ടി നിന്നെ എഴുതിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതുമൊക്കെ ഈ പറയുന്ന സിറാജിൻ്റെ അത്രയും പ്രിയപ്പെട്ട സുഹൃത്താണ്, അദ്ദേഹമാണ്. അതുപോലെ തന്നെ പുസ്തകങ്ങൾക്ക് വേണ്ടി ചിത്രം വരച്ച ഷർമിന എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഷർമിനയോടും സിറാജിനോടൊക്കെയാണ് ഞാൻ ആദ്യം ഈ കഥകളൊക്കെ പങ്കുവെച്ചത്. അപ്പോൾ അവർക്കൊക്കെ വളരെയധികം ഇഷ്ടമായി. പിന്നെ ഷർമിന ഒരു ചിത്രകാരി കൂടിയാണ്, ആളൊരു ഫാഷൻ ഡിസൈനറാണ്, പ്രൊഫഷണലി ചിത്രകാരി കൂടിയാണ്. അപ്പോൾ പുള്ളിക്കാരത്തി ഈ കഥകൾക്ക് തന്ന പ്രോത്സാഹനത്തിന് പകരമായിട്ട് ഞാൻ ചോദിച്ചു, എന്നാൽ പിന്നെ ഷർമിനയ്ക്ക് എനിക്ക് വേണ്ടി ചിത്രങ്ങൾ വരച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച കഥാപാത്രങ്ങളെ അതേപോലെ ചിത്രങ്ങളാക്കി ആവിഷ്കരിക്കാനും ആ കലാകാരിക്ക് കഴിയുമെന്നുള്ളത് വളരെയധികം സന്തോഷമാണ്. പിന്നെ കുറേ മറ്റു സുഹൃത്തുക്കളും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇത് എഡിറ്റിംഗ് പൂർത്തിയാവാനും അതുപോലെ കഥയുടെ ചില ഭാഗങ്ങൾ, ഇതിൽ ചില മന്ത്രവാദ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മന്ത്രവാദവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങൾ വരുമ്പോൾ ഒരു മാന്ത്രിക നോവലിസ്റ്റ് ഉണ്ട്, അഖിലേഷ് എന്ന് പറഞ്ഞൊരു മാന്ത്രിക നോവലിസ്റ്റ് ഇവിടെ ഉണ്ട്, ദുബായിലുണ്ട്, എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം കുറച്ച് ഇൻപുട്സ് എനിക്ക് തന്നു. ഈ മന്ത്രം ചൊല്ലലുകളും അതുപോലെ മാന്ത്രിക കളവും ഒരു മന്ത്രവാദിയുടെ പശ്ചാത്തലവും ഒക്കെ സൃഷ്ടിക്കാൻ ആ ഒരു ഹൊറർ എലമെന്റ് എനിക്ക് അദ്ദേഹം തന്നു. പിന്നെ അതുപോലെ പുസ്തകം വായിച്ച് എഡിറ്റ് ചെയ്ത നാട്ടിൽ എൻ്റെ 2 സുഹൃത്തുക്കൾ, ഒന്ന് രാജലക്ഷ്മിയും പിന്നെ ഒന്ന് രമ്യയും. ഈ 2 സുഹൃത്തുക്കളാണ് എനിക്ക് പുസ്തകം വായിച്ചതിൽ തെറ്റുകൾ തിരുത്താനും അതിൽ നിർദ്ദേശങ്ങൾ കൂടുതൽ മുന്നോട്ട് വയ്ക്കാനും ഒക്കെ സഹായിച്ചത്. കവർ ചിത്രം ചെയ്തത് അഷർഗാന്ധിയാണ്. ആദ്യ എഡീഷന്റെ കവർ ചിത്രം ചെയ്തത് അഷർഗാന്ധിയാണ്. അപ്പോൾ അദ്ദേഹത്തെ വളരെ മനോഹരമായിട്ട് ചെയ്തു. ഒരുപാട് പേർക്ക് കവർ ചിത്രം ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുന്നുണ്ടായി. അഷർഗാന്ധി അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്, ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയ ഒരു കലാകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് എനിക്ക് കവർ പേജ് ചെയ്യിക്കാൻ കഴിഞ്ഞതിൻ്റെ മറ്റൊരു സന്തോഷം. സെക്കൻഡ് എഡീഷനിൽ വിനീത് ഇടത്തിൽ എന്ന് പറഞ്ഞ് മറ്റൊരു കലാകാരനാണ് ചെയ്തത്. അപ്പോൾ ഈ വിനീത് ഇടത്തിലിനെ കൊണ്ട് കവർ പേജ് ചെയ്യിക്കാനുണ്ടായ പ്രധാന കാരണം, ആദ്യ എഡീഷൻ ഇറങ്ങിയപ്പോൾ ഈ പുസ്തകത്തിലൊരു കഥാപാത്രമുണ്ട്, അംബാസഡർ കാർ ഓടിക്കുന്ന സേതു എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. ഈ സേതുവിനെയും അംബാസഡർ കാറിനെയും ഒരുപാട് പേർക്ക് ഇഷ്ടമാവുകയും ഒരുപാട് പേര് എന്നോട് അറിയിക്കുകയും ചെയ്തു, ഈ കഥാപാത്രം നല്ല രസമായിട്ടുണ്ട്, ഈ കാറ് ഈ നാട്ടിലോടുന്ന ഏക അംബാസഡർ കാർ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവർ നൽകിയ ഒരു ഫീഡ്ബാക്കിൽ നിന്നാണ് അംബാസഡർ കാറിൻ്റെ മുൻഭാഗം കവർ ചിത്രമാക്കിയിട്ട് സെക്കൻഡ് എഡീഷൻ ആക്കാൻ എനിക്കൊരു തോന്നലുണ്ടായത്.
അപ്പോൾ അതിനും ഒരുപാട് സ്വീകാര്യത ഉണ്ടായി. എന്തായാലും ഒരുപാട് സന്തോഷം അങ്ങനെ കേൾക്കാൻ കഴിഞ്ഞതിൽ. ഈ തിരക്കഥയിലും അഭിനയത്തിലും ഒക്കെ ഇടപെടുന്ന ഒരാൾ എന്നുള്ളത് ഒരു പക്ഷേ ഈ പുസ്തകരചനയ്ക്കും പുസ്തകത്തിൻ്റെ നിർമ്മിതിയിലും കുറച്ച് സഹായിച്ചിട്ടുണ്ടല്ലേ? ഇത്തരത്തിൽ അതിനെ വിശദീകരിക്കുമ്പോൾ പോലും എനിക്കത് മനസ്സിലാവുന്നു. ആ ചിത്രങ്ങളുടെ സെലക്ഷൻ ആയാലും ഒക്കെ അല്ലേ, അതിനൊരു പൂർണ്ണത വരുത്താനായിട്ട്. തീർച്ചയായും ഉണ്ട്. തിരക്കഥ എന്ന് പറയുമ്പോൾ തിരക്കഥ എഴുതി പഠിച്ച അല്ലെങ്കിൽ തിരക്കഥ എഴുതാൻ ശീലിച്ചത് എനിക്കൊരു ഗുണകരമായി ഒരു പുസ്തകം എഴുതാനെന്നേ ഞാൻ പറയുള്ളൂ. കാരണം തിരക്കഥ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആണ്. അതിൻ്റെ സീനുകൾ എഴുതണം, പശ്ചാത്തലം എഴുതണം, അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് എഴുതണം, വസ്ത്രവിധാനത്തെക്കുറിച്ച് എഴുതണം, മാനരസങ്ങളെക്കുറിച്ച് എഴുതണം. അത്രയും കാര്യങ്ങൾ നമുക്കൊരു കഥയിലോ നോവലിലോ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ലെങ്കിൽ പോലും ആ ഒരു ഡീറ്റെയിലിംഗ് രീതിയിൽ എഴുതാൻ ഞാൻ ശീലിച്ചത് എനിക്ക് പുസ്തകം എഴുതാൻ സഹായിച്ചു എന്നുള്ളത് വളരെ ഒരു. അതുകൊണ്ട് തന്നെയാണ് ഒരു 80കളിലെ സിനിമകളിൽ നമ്മൾ കണ്ടുപരിചയിച്ച കഥാപാത്രങ്ങളുടെ ഒരു പ്രതിഫലനം ഇതിനകത്ത് നമുക്ക് അനുഭവപ്പെടുന്നത്. അത് വളരെ മനോഹരമായിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. സന്തോഷം. കഥകളിലേക്ക് തിരിച്ചു വരുമ്പോൾ ഏതാണ് ഈ കഥകളിൽ ആദ്യം എഴുതിയത്? നേരത്തെ പറഞ്ഞതുപോലെ പപ്പൻ്റെ സൈക്കിളുകൾ എന്ന് പറയുന്ന കഥയാണ് ആദ്യം ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ട് എഴുതിയ ഒരു കഥ ഈ പപ്പൻ്റെ സൈക്കിളുകളാണ്. അത് പക്ഷേ ഈ ഒരു രൂപത്തിലായിരുന്നില്ല എഴുതിയത്. ഇത്രയും ഒരു പൂർണ്ണത ആ കഥയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതൊരു കുറച്ച് ഭാഗം പിന്നീട് എഴുതി ചേർക്കപ്പെട്ടതാണെങ്കിൽ പോലും പപ്പൻ്റെ സൈക്കിളുകൾ എന്ന കഥയാണ് ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ എഴുതിയതും പോസ്റ്റ് ചെയ്തതും. അപ്പോൾ അത് വായിച്ച് ഒരുപാട് പേര് എന്നെ പ്രോത്സാഹിപ്പിച്ചു, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. തുടർന്ന് ഒരു മാസമോ മറ്റോ കഴിഞ്ഞാണ് മുനിത്തൊടിയിലെ ദൈവം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പപ്പൻ്റെ സൈക്കിളുകളിൽ വരുന്ന 1-2 ചെറിയ കഥാപാത്രങ്ങൾ, പപ്പൻ്റെ സൈക്കിളുകളിൽ വലിയ റോളുള്ള ചില കഥാപാത്രങ്ങൾ മുനിത്തൊടിയിൽ ദൈവത്തിൽ ചെറിയ റോളുകളിൽ വരുന്നുണ്ട്. അത് പലരും ശ്രദ്ധിച്ചു. അപ്പോൾ ആളുകൾ അങ്ങനെ ചോദിച്ചു, ഈ കഥാപാത്രം പഴയ കഥയിലും വന്നതല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് പിന്നീട് തുടരാനായിട്ട് എനിക്കൊരു പ്രചോദനം ഉണ്ടായത്. കഥകൾ ബാക്കി 8 കഥകൾ എഴുതി തീർക്കേണ്ട ഒരു പ്രചോദനം ഉണ്ടായത്. കൈരളിയാണ് ഇതിൻ്റെ പ്രസാധകർ അല്ലേ? അതെ. ജനയുഗത്തിൽ 2023 അഗാധമായ വായന ആവശ്യപ്പെടുന്ന പുസ്തകങ്ങൾ എന്ന പേരിൽ വന്ന 10 പുസ്തകങ്ങളിൽ ഒന്ന് അജിത്തിൻ്റെ പുസ്തകമായിരുന്നു അല്ലേ? പുസ്തകം വായിച്ച ആളുകൾ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങൾ ചിലത് പുസ്തകത്തിൽ തന്നെയുണ്ട്. ഇന്ദുമേനോനെ പോലെയുള്ള ആളുകൾ താങ്കൾ അതൊരു നോവലാക്കാതിരുന്നതിൽ വിഷമമൊക്കെ അവർ രേഖപ്പെടുത്തുകയുണ്ടായി. അതുപോലെ ഏതെങ്കിലും എഴുത്തുകാർ അല്ലെങ്കിൽ പ്രമുഖരായ വായനക്കാർ എന്തഭിപ്രായമാണ് പുസ്തകത്തെക്കുറിച്ച് തന്നിട്ടുള്ളത്? എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തും പ്രാസംഗികനും അതുപോലെ ഷാർജ പുസ്തകമേളയിൽ നിറ സാന്നിധ്യമൊക്കെ ആയ ഒരു വ്യക്തിത്വമാണ് പി.കെ. അനിൽകുമാർ എന്ന് പറയുന്നൊരു മനുഷ്യൻ. അപ്പോൾ എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു മനുഷ്യനാണ്. അദ്ദേഹം ഈ പുസ്തകം വായിച്ചിട്ട് പറഞ്ഞത്, ഇതൊരു ദൃശ്യവിസ്മയം പോലെ ഈ പുസ്തകം എനിക്ക് ആസ്വദിക്കാനായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു വെള്ളിത്തിരയിൽ കാണുന്ന കാഴ്ചകൾ പോലെ മനോഹരമായിരുന്നു എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. ആ വാക്കുകൾ കേൾക്കാൻ എനിക്ക് ഒരുപാട് സന്തോഷം, ആ വാക്കുകൾ കേൾക്കാനിടയിൽ എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. കാരണം പി.കെ. അനിൽകുമാറിനെ പോലെ അഗാധ വായനയുള്ള ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന, ഒരുപാട് സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ പറഞ്ഞതിൽ, അദ്ദേഹം ഇതിനൊരു ഉദാഹരണം പറഞ്ഞത് അല്ലെങ്കിൽ ഉപമ പറഞ്ഞത് പത്മരാജന്റെ സിനിമകളുമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പുസ്തകത്തിൽ അതുകൊണ്ടല്ലോ. പത്മരാജന്റെ സിനിമകൾ പോലെ ആണ് ഇതിലെ ഓരോ കഥാപാത്രങ്ങളും ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഈ തരത്തിൽ തന്നെ നമ്മൾ 10 വ്യത്യസ്ത കഥകളായിട്ടുള്ള ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായി എന്ന് തന്നെയാണ് അദ്ദേഹവും അഭിപ്രായപ്പെട്ടത്. അപ്പോൾ അനീഷ നേരത്തെ പറഞ്ഞതുപോലെ 2 അഭിപ്രായമുണ്ട്. വളരെ കുറച്ച് ആളുകൾ ഇപ്പോഴും പറയുന്നുണ്ട് ഇതൊരു നോവലാക്കാനുള്ള പശ്ചാത്തലമുണ്ട്, എന്തുകൊണ്ട് താങ്കൾ ഇത് നോവലാക്കിയില്ല എന്ന് ചോദിക്കുന്നുണ്ട്. മറ്റു ചിലർ ഇതെന്തുകൊണ്ട് തുടരുന്നില്ല എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപക്ഷെ തുടർന്നേക്കാം, പക്ഷേ എൻ്റെ മനസ്സിലുള്ള ആശയം എന്ന് പറയുന്നത് 10 വ്യത്യസ്ത കഥകളാവണം എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇന്ദു ചേച്ചി, ശ്രീമതി ഇന്ദു മേനോൻ പറഞ്ഞതുപോലെ അവർ ശക്തമായി വിമർശിച്ചു, ഇതൊരു നോവലാക്കാനുള്ള സാധ്യതയുണ്ട്. എന്നോട് നേരിട്ടും പറഞ്ഞിരുന്നു, പുസ്തകം എഴുതിയിരുന്നതിന് മുൻപും അവർ പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതിങ്ങനെ കഥയായിട്ട് പോയാൽ മതി എന്ന് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പുസ്തകം ചലച്ചിത്രമാക്കാനുള്ള എന്തെങ്കിലും പദ്ധതികളുണ്ടോ? ഷോർട്ട് ഫിലിമിൻ്റെ ഒക്കെ താല്പര്യമുള്ള ആളാണല്ലോ, അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്ലാനുകൾ? എൻ്റെ ഭാഗത്തു നിന്ന് ഈ പുസ്തകത്തെ ഷോർട്ട് ഫിലിമാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് എഫേർട്ടൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും 1-2 സിനിമാ പ്രവർത്തകർ ഇത് ചലച്ചിത്രമാക്കിയാൽ കൊള്ളാം എന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ പ്രമുഖ സിനിമാ താരമായ സന്തോഷ് കീഴാറ്റൂർ, അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇതൊരു ചലച്ചിത്രമാകുകയാണെങ്കിൽ കാറുകാരൻ സേതുവിൻ്റെ റോൾ എനിക്ക് തരണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി എന്നോട്. അത് വളരെ സന്തോഷവും അഭിമാനമൊക്കെ തോന്നുന്ന ഒരു നിമിഷമായിരുന്നു അത്. പിന്നെ മറ്റൊരു സംവിധായകൻ ചോദിക്കുകയുണ്ടായി, നമുക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഇതൊരു 10 സീരീസുകളാക്കിയാലോ എന്ന് എനിക്ക് തോന്നുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. വെബ് സീരീസ് പോലെ വളരെ സാധ്യതയുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്കത് തോന്നുന്നത്. പക്ഷെ ഒരിക്കലും ഇതൊരു ചലച്ചിത്രമായിട്ട് പരിവർത്തനം ചെയ്യപ്പെടാൻ എന്നെനിക്ക് തോന്നുന്നില്ല. കാര്യം
കഥകളെല്ലാം ചെറുതാണ്, കഥകളെല്ലാം 10 വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ചലച്ചിത്രമാക്കുക എന്നതിനെക്കുറിച്ചുള്ള സ്കോപ്പ് എത്രത്തോളം വശതമാണെന്ന് എനിക്കറിയില്ല. അതൊരു പക്വതയാർന്ന ഒരു എക്സ്പീരിയൻസ് നേടിയ സംവിധായകന് മാത്രമേ അത് പറയാൻ പറ്റുകയുള്ളൂ. ഓക്കെ. കഥയിലെ സ്ത്രീ കഥാപാത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ വളരെ വ്യത്യസ്തരായ, വളരെ വിചിത്രമെന്ന് തോന്നുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളുണ്ട്. പങ്കി, പാമ്പിച്ചി കുമാരി, ജലജ, ഇവരൊക്കെ ശക്തരായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഈ കഥയിലെ സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ച് കഥാകാരൻ എന്തായാലും പറയാനുണ്ടാവുമല്ലോ, ചിലതൊക്കെ പറയും. ഈ പറഞ്ഞ 3 കഥാപാത്രങ്ങൾക്ക് പുറമെ ഇപ്പോൾ അനീഷ പറഞ്ഞ പാമ്പിച്ചി, പങ്കി, പിന്നെ അതുപോലെ ജലജ എന്നിവർക്ക് പുറമെ മറ്റൊരു പ്രസക്തമായ സ്ത്രീ കഥാപാത്രം കൂടിയുണ്ട്, കാളിമുത്തി. അപ്പോൾ ഈ 4 കഥാപാത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തയായ അല്ലെങ്കിൽ ഏറ്റവും ഒരു വീരരൂപിണിയായ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് നക്സൽ ജലജ തന്നെയാണ്. നക്സൽ ജലജയ്ക്ക് അധികം നമ്മൾ ഡീറ്റെയിലിംഗ് ഒന്നും കൊടുത്തിട്ടില്ല, വളരെ ചെറിയൊരു ഭാഗത്ത് മാത്രമേ നക്സൽ ജലജ അവതരിക്കുന്നുള്ളൂ. അപ്പോൾ പണ്ട് കാലത്ത് കേൾക്കാനിടയായ നമ്മുടെ പാലക്കാടൻ ജില്ലകളിലും പാലക്കാടിനോട് ചേർന്ന് കിടക്കുന്ന വനപ്രദേശങ്ങളിലും ഒക്കെ ഉണ്ടായ ചില പഴയ കാലത്തെ ഈ നക്സൽ കാലഘട്ടത്തിലെ ചില കഥകളൊക്കെ കേൾക്കാനിടയായതിൽ നിന്നാണ് അത്തരത്തിലൊരു കഥാപാത്രം എൻ്റെ മനസ്സിലേക്ക് ഉരുത്തിരിഞ്ഞ് വന്നത്. സത്യത്തിൽ അത്തരത്തിലൊരു കഥാപാത്രത്തെക്കുറിച്ച് അത് ഒരു കഥാപാത്രമല്ല, പലരിൽ നിന്നും കേട്ടറിയാനുണ്ടായ ചില കഥാപശ്ചാത്തലങ്ങളും ചില വ്യക്തികളെയും ഒക്കെ ആ ജലജ എന്നുള്ള കഥാപാത്രത്തിലേക്ക് നമ്മൾ ഒതുക്കിയതാണ്. പലരുടെ ഒരു മാനറിസങ്ങളും പലരുടെ അനുഭവങ്ങളും പലരുടെ ജീവിതശൈലിയും ആ ഒരു കഥാപാത്രത്തിലേക്ക് എഴുതി ചേർത്താണ്. പല കഥാപാത്രങ്ങളുടെ സമ്മേളനമാണ് അത് കഥാപാത്രവൽക്കരിക്കുമ്പോൾ അല്ലേ? അതെ, ആ പല കഥാപാത്രങ്ങളെ ജലജയിലേക്ക് നമ്മൾ ഒന്നിപ്പിക്കുകയാണ് ഉണ്ടായത്. അതേപോലെ തന്നെയുള്ളതാണ് പങ്കി. പങ്കിയുടെ കഥയും ഇതേപോലെ നാട്ടിൽ പണ്ട് പറഞ്ഞു നടന്നൊരു കഥയാണ്. ഒരു അബ്യൂസീവായിട്ടുള്ളൊരു ഭർത്താവ്, ദിവസവും വീട്ടിൽ മദ്യപിച്ച് വന്ന് ഭാര്യയെ ഉപദ്രവിക്കുന്ന ഒരു ഭർത്താവും ഒറ്റപ്പെട്ട വീട്ടിൽ താമസിക്കുന്ന സ്ത്രീ. അവർക്ക് ചുറ്റുവട്ടത്തൊന്നും ആരുമില്ല, സഹായത്തിനൊന്നും ആരുമില്ല, ഇവർ നിലവിളിച്ചാലും ആരും കേൾക്കാനില്ല, പ്രതികരിക്കാനും ആരുമില്ല, കാരണം ഭർത്താവിന് എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ ഈ സ്ത്രീ അധ്വാനിച്ചാണ് ഓരോ വീടുകളിൽ പോയി പണിയെടുത്തുമൊക്കെയാണ് വീട്ടിലെ ചിലവുകൾ നടന്നു പോകുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സ്ത്രീക്ക് ഉണ്ടായ അനുഭവമാണ്. അപ്പോൾ നമ്മുടെ പാലക്കാടൻ ജില്ലകളിൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് കിഴക്കൻ ഭാഗങ്ങളിൽ വേനൽക്കാലം ആകുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ചെമ്മരിയാടുകളെ കൊണ്ടുവരാറുണ്ട് അവിടെ പാടങ്ങളിൽ മേയാനായിട്ട്. അപ്പോൾ അതൊരു സ്ഥിരം കാഴ്ചയാണ്, പാലക്കാടുള്ള എല്ലാവർക്കും കാണാൻ പറ്റും. മറ്റേ മഴക്കാലമാകുമ്പോൾ താറാവുകൾ വരുന്നതും വേനൽക്കാലമാകുമ്പോൾ പാടങ്ങളിൽ ചെമ്മരിയാടുകൾ വരുന്നതൊക്കെ. അപ്പോൾ ഈ ചെമ്മരിയാടുകാരെ കുറിച്ച് പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ പല കഥകളും പറയാറുണ്ട്. കാരണം അവരെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മളെ പേടിപ്പിക്കാൻ പറയും. നിന്നെ വീട്ടിൽ വഴക്കുണ്ടാക്കിയാൽ, ബഹളം വെച്ചാൽ, വാശി പിടിച്ചാൽ ചെമ്മരിയാടുകാർ നിന്നെ പിടിച്ചുകൊണ്ട് പോകും, അവർ നിന്നെ തട്ടിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ അവർക്ക് നിന്നെ പിടിച്ചു കൊടുക്കും എന്നൊക്കെ നമ്മൾ ഈ കൊക്കാച്ചി എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു ഫിയർ എലമെൻ്റ് അവരെക്കുറിച്ചിട്ട്, അവർ സത്യം പറഞ്ഞാൽ പാവപ്പെട്ട മനുഷ്യൻ, നല്ല മനുഷ്യരാണ്, അവരെക്കുറിച്ചൊരു ഫിയർ എലമെൻ്റ് നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സമ്മേളിപ്പിച്ചാണ് നമ്മൾ ഈ പങ്കിപുരാണം എന്നുള്ളൊരു കഥ എഴുതാനുണ്ടായത്. ഈ ആദ്യം പറഞ്ഞ അബ്യൂസീവായിട്ടുള്ള ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന പങ്കി എന്ന സ്ത്രീയുടെ ജീവിതവും ഈ ചെമ്മരിയാടുകാരുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം എന്ന് പറയപ്പെടുന്ന ഒരു സംഭവം കൂടെ ചേർത്തി ആണ് പങ്കിപുരാണം എന്നുള്ള കഥ ഉണ്ടാക്കിയത്. അടുത്ത സ്ത്രീ കഥാപാത്രമാണ് പാമ്പിച്ചി. പാമ്പിച്ചി എന്ന് പറയുന്നത് പൂർണ്ണമായും ഫിക്ഷൻ തന്നെയാണ്. കാരണം ആ കഥ എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞൊരു ആശയവും കഥയും മാത്രമാണത്. അല്ലാതെ അതിൽ എന്നെ ഇൻസ്പയർ ചെയ്ത എലമെൻറ്റുകളോ വ്യക്തികളോ ഒന്നും വേറെ ഇല്ല. പിന്നെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിനകത്ത് ഒളിച്ച് താമസിപ്പിക്കുന്ന ഒരു വാർത്ത നമ്മൾ കുറച്ചു കാലം മുമ്പ് വായിച്ചിരുന്നു. അതുണ്ടായതും നമ്മുടെ പാലക്കാട് തന്നെയാണ്. അപ്പോൾ എത്രയോ വർഷമായിട്ട് ഒരു പെൺകുട്ടിയെ ഒരാൾ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് പുറത്തിറക്കാതെ, ആ കുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല, അങ്ങനെ മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ് ആ കുട്ടിയെ. വർഷങ്ങൾക്ക് ശേഷമാണ് ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്ന് നാട്ടുകാർ അറിയുന്നതും കുട്ടിയെ പുറത്തു കൊണ്ടുവരും. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ കഥയുടെ ഒരു ക്ലൈമാക്സ് ഉണ്ടാകുന്നതെങ്കിലും പാമ്പച്ചി എന്നുള്ള കഥാപാത്രം 100% ഫിക്ഷൻ തന്നെയാണ്. പിന്നെ പാമ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ പാമ്പുകളെ എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമാണ്. പാമ്പുകൾ എന്ന് പറയുന്ന ജീവികളെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. പാമ്പുകളെ സംരക്ഷിക്കാനും അതുപോലെ പാമ്പുകളെ കാണാനും ആസ്വദിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ് ഞാൻ. അത്തരത്തിൽ പണ്ട് ചെറുപ്പത്തിൽ റോട്ടിൽ ഈ പാമ്പുകളെയൊക്കെ ഉണ്ടാവും, പാമ്പാട്ടികൾ വന്ന് പാമ്പിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ടൗണിലൊക്കെ പോകുമ്പോൾ. അതൊക്കെ കുറേ സമയം നോക്കി നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷേ അതൊക്കെ തെറ്റാണെന്നും അതൊക്കെ പാമ്പുകളോട് ചെയ്യുന്നൊരു ക്രൂരതയാണെന്നൊക്കെ ഉള്ള തിരിച്ചറിവ് എനിക്ക് ഇപ്പം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല, എങ്കിലും പാമ്പുകളോടുള്ള സ്നേഹം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ പാമ്പുകളോടുള്ള സ്നേഹവും പാമ്പുകളെക്കുറിച്ച് ഞാൻ പഠിച്ച ചില കാര്യങ്ങളും എൻ്റെ അറിവുമൊക്കെ ചേർത്താണ് ഈ പാമ്പച്ചി എന്ന് പറയുന്ന സ്ത്രീ കഥാപാത്രത്തെ ഞാൻ ഉണ്ടാക്കിയത്. സ്നേക്ക് റെസ്ക്യൂവേഴ്സ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു പാമ്പ് വന്നു കഴിഞ്ഞാൽ, വീട്ടിലൊരു പാമ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ കൊല്ലരുത് എന്നാണ് നിയമം. നമ്മൾ
അംഗീകൃതരായിട്ടുള്ള ഫോറസ്റ്റ് ഓഫീസറെ അറിയിച്ച് അവർ, അല്ലെങ്കിൽ സ്നേക്ക് റെസ്ക്യൂവേഴ്സ് ഉണ്ടാവും നാട്ടിൽ, അവർ വന്നിട്ട് പിടിച്ചു കൊണ്ടുപോയി ഇവർ തുറന്നു വിടുകയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചെയ്യാറുള്ളത്. അതുപോലെ നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന ഒരു സ്നേക്ക് റെസ്ക്യൂവർ ഒരാളുണ്ടായിരുന്നു. ആ ആളുടെ മാനറിസങ്ങളും ആ ആളുടെ ജീവിത രീതിയും ഒക്കെ വെച്ച് ഒരു സ്ത്രീയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തതാണ് പാമ്പച്ചി കുമാരി എന്നൊരു കഥാപാത്രം. ഇങ്ങനെയാണ് വളരെ സ്വാഭാവികമായി നമുക്കിഷ്ടമുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ക്രിയാത്മകതയിലേക്ക് ഇങ്ങനെ സന്നിവേശിപ്പിക്കപ്പെടുന്നത്, അല്ലേ? ആ ഒരു പാമ്പുകളോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു അറിവ് അത് അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നു, അല്ലേ? മറ്റൊന്ന്, പുസ്തകത്തിലൊരു പ്രയോഗമാണ്, നാട്ടിൻപുറം നന്മകളാലല്ല നാറികളാലാണ് സമൃദ്ധം എന്ന് പറഞ്ഞിട്ട്. ഒരുപക്ഷെ പാലക്കാട് എന്ന ഗ്രാമം മറ്റെല്ലാ ഗ്രാമങ്ങളെപ്പോലെയും ഈ പറഞ്ഞ നാട്ടിൻപുറത്തിൻ്റെ നന്മകളുമുണ്ട്, അതേസമയം ഗ്രാമവാസികളുടെ ചില സ്വഭാവത്തിലെ പരിമിതികളുമുണ്ട്, അല്ലേ? അത് കൃത്യമായി പറയാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? പക്ഷെ ആ പ്രയോഗം വളരെ ശ്രദ്ധ നേടിയെന്നുള്ളതാണ്. എഴുതുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ, എനിക്ക് തോന്നുന്നത് സ്വതന്ത്രയാക്കപ്പെടുന്നുണ്ട്, ആത്മധൈര്യം വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തിപരമായി എനിക്കുള്ള ഒരു കൗതുകമാണ്, എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു പുരുഷന് എന്താണ് സംഭവിക്കുന്നത്? ഒരു സാധാരണ പുരുഷനെ അപേക്ഷിച്ച് എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു പുരുഷൻ എങ്ങനെ വ്യത്യാസപ്പെടുന്നു? രസകരമായ ചോദ്യമാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്നവരിൽ കൂടുതലും സ്ത്രീകളായിരിക്കാം ഒരുപക്ഷെ, എങ്കിലും മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന പുരുഷന്മാരും ധാരാളമുണ്ട്. അപ്പോൾ അനീഷ പറഞ്ഞതുപോലെ എഴുത്തിലൂടെ അല്ലെങ്കിൽ വായനയിലൂടെ ഈ മാനസിക സംഘർഷം ലഘൂകരിക്കാമെന്ന ചിന്ത അല്ലെങ്കിൽ അത് പ്രാവർത്തികമാകുന്നത് സ്ത്രീകളിൽ മാത്രമല്ല, പലപ്പോഴും പുരുഷന്മാരിലും അത് സംഭവിക്കാറുണ്ട്. പക്ഷേ ഈ ചോദ്യം വ്യക്തിപരമായിട്ട് എടുക്കുകയാണെങ്കിൽ എഴുത്ത് എന്ന് പറയുന്ന ഒരു സംഭവത്തെ അല്ലെങ്കിൽ വായന എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ അമിതമായി നമ്മുടെ സമൂഹം ഗ്ലോറിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എഴുതാൻ എഴുതുന്നവൻ എന്തോ വലിയൊരു സംഭവമാണെന്നും പുസ്തകങ്ങൾ സ്ഥിരമായി വായിക്കുന്നവൻ കൂടുതൽ അറിവ് കിട്ടുമെന്നും ഒക്കെ ഇപ്പോഴും ആ ഒരു മിഥ്യാധാരണ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് എന്നത് വളരെയധികം ഖേദകരമാണ് എന്നെനിക്ക് പറയാനുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് സാങ്കേതിക വിദ്യ ഇത്രയധികം വളർന്നിട്ടില്ലാത്തൊരു കാലത്ത് തീർച്ചയായും എഴുതുകയും വായിക്കുകയും ചെയ്യുമ്പോൾ വായിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നമുക്ക് കുറേയധികം അറിവുകളും കുറേയധികം ലോകങ്ങളിലേക്ക് തുറന്നിടാനുള്ള ഒരു അവസരവും തരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിൻ്റെ അത്യാവശ്യമില്ല. നമുക്ക് ലോകങ്ങൾ, നമ്മുടെ മുന്നിൽ പല ലോകങ്ങൾ പല രീതിയിൽ വിരൽത്തുമ്പിൽ സാധ്യമാണ്. അപ്പോൾ ഈ ഒരു അജിത്തിൻ്റെ അഭിപ്രായം വളരെ പ്രസക്തവുമാണ്, അല്ലേ? വായനയ്ക്കോ എഴുത്തിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉപാധിക്കോ ഒരു പ്രത്യേകമായ ഒരു പരിവേഷം നൽകേണ്ടതില്ല എന്നാണ് തോന്നുന്നത്, അല്ലേ? അതെ, ഈ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയകളുണ്ട്, ടെലിവിഷൻ ഉണ്ട്, ഇപ്പോൾ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കേൾക്കാൻ FM-കളുണ്ട്. നമുക്കൊരു കാര്യത്തെക്കുറിച്ച്, നമുക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ നമുക്ക് പലവിധം ഉപാധികളുണ്ട് ഇപ്പോഴും. ഇപ്പോൾ പണ്ടൊരു കാലത്ത് തീർച്ചയായും വായന എന്ന സംഭവം നമുക്ക് വേണം. നമ്മൾ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലൊക്കെ നമ്മൾ വായിച്ച് തന്നെയാണ് പഠിക്കേണ്ടതും. പക്ഷേ ഈ പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ മാത്രമേ ഒരാൾക്ക് അറിവ് നേടാനാവുകയുള്ളൂ, അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിച്ച് നേടുന്ന അറിവാണ് ഏറ്റവും മികച്ച അറിവ്, അവനെന്തോ ഒരു എക്സെപ്ഷണലി ഗുഡാണ് എന്നൊരു തോന്നൽ, അത് വെറും ഒരു മിഥ്യാധാരണ മാത്രമാണ്. അപ്പോൾ അനീഷ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എഴുത്തും വായനയും വ്യക്തിപരമായി വളരെയധികം ഇഷ്ടമാണ്, പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ അഭിപ്രായമില്ല, എല്ലാ എഴുതുന്നവരും വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരും എല്ലാം എന്തോ വലിയ സംഭവമാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എഴുതി തീരുമ്പോൾ അല്ലെങ്കിൽ വായിച്ച് തീരുമ്പോൾ എൻ്റെ ഉള്ളിൽ സംതൃപ്തി മാത്രമാണ് അവിടെ പൂർണ്ണമാവുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഓരോ കഥാപാത്രങ്ങളെ തേടിയും കഥാപശ്ചാത്തലങ്ങൾ തേടിയും കഥാസന്ദർഭങ്ങൾ തേടിയുമൊക്കെ നമ്മുടെ മനസ്സ് അലയുന്ന ആ ഒരു നിമിഷത്തെയാണ് ഞാൻ ആസ്വദിക്കുന്നതും. അവയെ കടലാസിലേക്കോ അല്ലെങ്കിൽ മൊബൈലിലേക്കോ കീബോർഡിലേക്കൊക്കെ പകർത്തുമ്പോൾ കിട്ടുന്ന ഒരു നിർവൃതിയാണ് ഞാൻ ആസ്വദിക്കുന്നതും. ഇതെല്ലാം പൂർണ്ണമായി ഒരു സ്ഥലത്ത് ഒരാൾക്ക് വായിക്കാൻ കൊടുക്കുമ്പോൾ അയാൾ വായിച്ചിട്ട് പറയുന്ന അഭിപ്രായത്തെയുമാണ് ഞാൻ തീർച്ചയായും മാനിക്കുന്നതും ആസ്വദിക്കുന്നതും. പക്ഷേ മറ്റ് ഇന്ദ്രിയങ്ങൾ വെച്ച് ഇപ്പോൾ നമ്മൾ ദൃശ്യമാധ്യമങ്ങൾ വഴി ഒരു സംഭവത്തെ നമ്മൾ പെർസീവ് ചെയ്യുന്നു, കാണുന്നു, അറിയുന്നു. അതിലുപരിയായിട്ട് വായനയും എഴുത്തും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റ് കലകൾ ആണെങ്കിലും, ഒരു ധ്യാനം, ഒരു സാവധാനം ആവശ്യപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം അതിനകത്ത് വ്യത്യാസപ്പെട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സാവധാനം അത് ആവശ്യപ്പെടുന്നുണ്ട് ആ പ്രവൃത്തിക്ക്. വായന എന്ന് പറയുമ്പോൾ അറിയലാണ്. മറ്റേത് രീതിയിൽ അറിയുന്നതിനേക്കാളും വായനയിലൂടെ നമ്മൾ അറിയുമ്പോൾ നമുക്കൊരു അവിടെ മനനം ചെയ്യാൻ കൂടിയുള്ള ഒരു സാധ്യത ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റേതായ ഒരു ഇരുത്തം ഒരു വരുന്നു എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റുമോ?
അത് വ്യക്തിപരമാണ് ആ കാര്യം. ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലായിരിക്കും ഓരോ മനുഷ്യൻ ചിന്താഗതികൾ ഉണ്ടാവുക. ഓരോ കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള അവരുടെ കഴിവ് വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ചില ആളുകൾ പറയും എനിക്ക് വായിച്ചാൽ മനസ്സിലാവില്ല, എനിക്കത് സാധനം സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകം വായിച്ചതിനേക്കാൾ കൂടുതൽ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി അത് സിനിമയായി കണ്ടപ്പോൾ എന്ന് പറഞ്ഞ ആൾക്കാരെ എനിക്കറിയാം. അതുപോലെ പരീക്ഷാ സമയമാകുമ്പോൾ സ്വന്തം ശബ്ദം പുസ്തകം ഉറക്കെ വായിച്ച് റെക്കോർഡ് ചെയ്ത് വീണ്ടും വീണ്ടും അത് കേട്ട് പഠിക്കുന്ന സുഹൃത്തിനറിയാം. സുഹൃത്തിനെ കൊണ്ട് പുസ്തകം ഉറക്കെ വായിപ്പിച്ച് കേൾക്കുന്ന ഒരാളെ എനിക്കറിയാം. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലാണ് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവുണ്ടാവുക. അപ്പോൾ ഇത് വായനയിലൂടെ മാത്രമേ നമുക്ക് നേടാൻ കഴിയൂ എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ വായന എന്ന് പറയുന്ന സംഭവം ഒരു മികച്ച സംഭവമാണ്, ഒരു എക്സെപ്ഷനലി ഗുഡാണെന്നൊരു അഭിപ്രായം വ്യക്തിപരമായിട്ട് എനിക്കില്ല എന്നാണ് പറയാനുള്ളത്. വ്യത്യസ്തമായ അഭിപ്രായമാണ്. തീർച്ചയായും വായന എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടാവുമല്ലോ. വായനയുടെ ചരിത്രം എങ്ങനെയാണ്? വായന തീർച്ചയായും എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിക്കുന്ന പ്രായം മുതൽ തന്നെ, അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിക്കുന്നതിന് മുൻപ് തന്നെ എനിക്ക് ചിത്രകഥകളും ബാലപ്രസിദ്ധീകരണങ്ങളൊക്കെ വീട്ടിലുള്ള അമ്മയും അമ്മമാരൊക്കെ വായിച്ചു തരുമായിരുന്നു, വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. അതിൽ നിന്നാണ് വായനയിലേക്ക് തിരിയാൻ എനിക്കൊരു ഇഷ്ടം ഉണ്ടായത്. പിന്നീട് കുട്ടി വായിക്കാൻ പഠിച്ചപ്പോൾ മുതിർന്നവരുടെ സഹായത്തോടെ ചെറിയ ചിത്രകഥകളും ബാലരമ, പൂമ്പാറ്റ പോലുള്ള ബാലപ്രസിദ്ധീകരണങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയതും ഞാനൊരു വലിയ പ്രായം വരെ ഇതൊക്കെ വായിച്ചിട്ടുണ്ട്. ഇപ്പോഴും കിട്ടിയാൽ വായിക്കും ഈ ചെറിയ ബാലപ്രസിദ്ധീകരണം. കാരണം ഞാൻ വായന തുടങ്ങിയത് അതിൽ നിന്നാണ്. പിന്നീട് കുറച്ച് മുതിർന്നപ്പോൾ മറ്റ് പുസ്തകങ്ങളിലേക്ക് മാറാൻ തുടങ്ങി. അപ്പോഴും പഠനത്തിലൊന്നും എനിക്ക് അത്ര വലിയ ശ്രദ്ധയൊന്നും ഉണ്ടായിരുന്നു. പഠനത്തിൽ ഞാനൊരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് വിദ്യാർത്ഥി തന്നെയായിരുന്നു പണ്ടും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുമൊക്കെ. പക്ഷെ എനിക്ക് അതിനേക്കാൾ ഉപരി മറ്റ് പുസ്തകങ്ങൾ വായിക്കാനായിരുന്നു. മറ്റ് ആനുകാലികങ്ങളായാലും അല്ലെങ്കിൽ മറ്റ് ഗ്രന്ഥങ്ങൾ, നോവലുകളോ കഥകളോ ഒക്കെ വായിക്കാനായിരുന്നു അന്നും ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇഷ്ടം കുറേ കാലം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ കോളേജ് പ്രായമൊക്കെ ആയപ്പോൾ അതൊക്കെ മാറി. പിന്നെ വായനയിലേക്കൊന്നും ശ്രദ്ധ ചെയ്യാതായി. പിന്നെ അത് കഴിഞ്ഞ് ജോലിയായി, പിന്നെ പ്രവാസത്തിലേക്ക് കടന്നു. പിന്നെ പുസ്തകം വായന എഴുത്തുന്നുള്ള സംഭവം ഒരു ഏകദേശം ഷട്ട് ഡൗൺ ലെവൽ തന്നെ ആയിപ്പോയി. പിന്നെ അതിന് ശേഷം ഏതോ ഒരു സമയത്താണ് തിരിച്ച് വീണ്ടും ബെന്യാമിൻ്റെ ആടുജീവിതം ഞാൻ വായിക്കാനിടയാവുന്നത്. 2015 മറ്റോ ഏതൊരു സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു പുസ്തകം വായിക്കാനിടയായി. പിന്നെ തിരിച്ച് വീണ്ടും ഞാൻ വായനയിലേക്ക് വരികയും കൂടുതൽ പുസ്തകങ്ങൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കുകയും കൂടുതൽ വായിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ വായിക്കാൻ എനിക്ക് ആ വായനയോടുള്ള ഇഷ്ടം വീണ്ടെടുക്കുകയാണ് ഞാൻ ചെയ്തത്. ഒരിക്കൽ നഷ്ടമായൊരു ഇഷ്ടം വീണ്ടെടുക്കുകയാണ്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ പറഞ്ഞത് വായന എന്ന് പറയുന്ന സംഭവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിക്കോളണം എന്നും എനിക്കൊരു അഭിപ്രായമില്ല. കാരണം എല്ലാ സമയത്തും നമുക്ക് ഇഷ്ടമാണെന്നുള്ളൊരു കാര്യം കൊണ്ട് എല്ലാ സമയത്തും നമുക്ക് വായനയെ കൊണ്ടു നടക്കാൻ പറ്റിക്കൊള്ളണമെന്നും എനിക്കില്ല. നിരന്തരമായ വായന ഭയങ്കര ശ്രമകരമായ ഒരു കാര്യമാണ്. തീർച്ചയായും, പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ അല്ലേ? തീർച്ചയായും. എഴുത്തിൻ്റെ കൂടെ തിരക്കഥയിലും അഭിനയത്തിലും ഒക്കെ ഇടപെടുന്ന ആളാണ്. അജിത് ചെയ്ത ഹ്രസ്വചിത്രത്തെക്കുറിച്ച് പറയൂ. സമ്മർ വൈൻ എന്നായിരുന്നു അതിൻ്റെ പേരല്ലേ? സമ്മർ വൈൻ എന്ന് പറഞ്ഞൊരു ഹ്രസ്വചിത്രം ചെയ്യാനിടയായി. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സിറാജായിരുന്നു എൻ്റെ സംവിധായകൻ. അദ്ദേഹം ഒരു അറിയപ്പെടുന്ന സംവിധായകനാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഡോൾ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിന് അദ്ദേഹത്തിന് സത്യജിത് റേ പുരസ്കാരവും അതുപോലെ ജ്വാലയുടെ ഇൻ്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ അവാർഡും ഒക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ആ പുള്ളി ഡോളിന് മുൻപ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമാണ് ഈ സമ്മർ വൈൻ എന്ന് പറയുന്നത്. അപ്പോൾ സമ്മർ വൈൻ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന കുറേ കാലമായിട്ട് ഉണ്ടായിരുന്ന ഒരു ആശയമായിരുന്നു. അതൊരു സൈക്കോളജിക്കൽ ത്രില്ലറായിരുന്നു അതിൻ്റെ പശ്ചാത്തലം, ആ കഥയുടെ ഒരു യോണർ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശയം അങ്ങനെ തിരക്കഥ ആക്കുകയും സിറാജിലൂടെ അത് സ്ക്രീനിലെത്തുകയും ചെയ്തു. പക്ഷേ ആ സിനിമയ്ക്ക് ഒരുപാട് വിമർശനങ്ങളുണ്ട്, ഒരുപാട് പോരായ്മകളുണ്ടായിരുന്നു ആ സിനിമയ്ക്ക്. അപ്പോൾ തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പോഴും ഒട്ടും വിജയിച്ചിട്ടുള്ള ഒരു പരാജയം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും തിരക്കഥകൾ എഴുതാൻ ഞാൻ ശ്രമിക്കും എന്ന് മാത്രം. തിരക്കഥയോടുള്ള ഇഷ്ടം കൊണ്ട് ഇനിയും എഴുതാൻ ശ്രമിക്കുമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അജിത് എഴുത്തുകാരൻ മാത്രമല്ല, പക്ഷേ എഴുത്തുകാരൻ കൂടിയാണ്. എഴുത്തുകാരൻ കൂടിയായ ഒരു അച്ഛനും ഭർത്താവും ഒക്കെ ആയിരിക്കുന്നതിലെ വ്യത്യസ്തത എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ ഈ ഒരു ജീവിതത്തിൽ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് ചില്ലറയല്ല. വളരെയധികം സപ്പോർട്ട് എൻ്റെ ഭാര്യയിൽ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. കുടുംബജീവിതത്തിൽ തുല്യത വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ, അങ്ങനെ അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. എന്നോട് ഭാര്യ കൂടുതൽ സമയം ഏട്ടന് ഇഷ്ടമുള്ളതുപോലെ എഴുത്തും വായനയ്ക്കും വേണ്ടി സ്പെൻഡ് ചെയ്യൂ, വീട്ടിലെ കാര്യങ്ങൾ കുറേയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് എനിക്ക് കൂടുതൽ സമയം എനിക്ക് അനുവദിച്ചു തരികയും അത് ആത്മാർത്ഥമായിട്ട് തന്നെ തരുന്നതാണ്. അതുതന്നെയാണ് എൻ്റെ ഈ ഒരു സമയം കണ്ടെത്തലിൻ്റെ ഒരു പ്രധാന എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത് ഞാൻ വർക്ക് ചെയ്യുന്നൊരു കോർപ്പറേറ്റിലാണ്. ഈ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്ത ആ ഒരു നമ്മുടെ വർക്ക് പ്രഷറും ആ ലൈഫും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു മാനസികാവസ്ഥ ഭയങ്കര വ്യത്യസ്തമായിരിക്കും.
അപ്പോൾ ഇതിൽ നിന്ന് നല്ലൊരു ബ്രേക്ക് എടുത്തിട്ട് വേണം നമുക്ക് തിരിച്ച് വീണ്ടും എഴുത്തിലേക്കും വായനയിലേക്കുള്ള ഒരു മൂഡിലേക്ക് നമുക്ക് കടക്കാനായിട്ട്. കൂടുതലും വീക്കെൻഡുകളിലായിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കുടുംബത്തോടൊപ്പം ചിലവഴിക്കേണ്ട സമയം എന്ന് ഞാൻ വിശ്വസിക്കുന്ന സമയം കൂടുതലും എനിക്ക് വ്യക്തിപരമായിട്ട് അനുവദിച്ചു തരികയാണ് എൻ്റെ ഭാര്യ ചെയ്യാറുള്ളത്. അത് തീർച്ചയായും അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. കൂടുതൽ സമയം കുടുംബത്തോടൊപ്പം ചിലവഴിക്കേണ്ടത് എഴുത്തിന് വേണ്ടി വിനിയോഗിക്കൂ എന്ന് പറയുന്നത് അത് വളരെ നല്ലൊരു കാര്യമായിട്ട് അത് തന്നെയാണ് എനിക്ക് ഇതിലേക്ക് എഴുത്തിലുള്ള ശക്തി എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ എനിക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നതിൻ്റെ കാര്യം എൻ്റെ ഭാര്യ തന്നെയാണ്, ചുരുക്കി പറയുകയാണെങ്കിൽ. ഈ കണ്ണാടി എന്ന ഗ്രാമത്തെ വിട്ട് ഈ പറഞ്ഞ കോർപ്പറേറ്റ് ലോകം, ഈ കോർപ്പറേറ്റ് ലോകവും അവിടുത്തെ കാഴ്ചകളും എഴുത്തിന് എന്തെങ്കിലും മുതൽക്കൂട്ടാവുന്നുണ്ടോ? പുതിയ എന്തെങ്കിലും എഴുത്ത് പദ്ധതികളിലേക്ക് തിരിയാനുള്ള ഒരു ഊർജം തരുന്നുണ്ടോ? പ്രവാസ ജീവിതത്തിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കോർപ്പറേറ്റ് തലത്തിൽ തന്നെ പല കോർപ്പറേറ്റ് ജീവിതങ്ങളും കോർപ്പറേറ്റിൽ ജോലി ചെയ്യുന്ന പല മനുഷ്യരുടെ കഥകളും ഒക്കെ അറിയാനിടയായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചിലതൊക്കെ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും പുറത്തെടുക്കാം, എന്തെങ്കിലും എഴുതാൻ കഴിയുമെന്ന് കരുതിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താവും എന്നറിയില്ല, എഴുതാൻ കഴിയുമെന്ന് വിചാരിക്കാം. ഒരുപക്ഷെ നമ്മൾ ജനിച്ചു വളർന്ന ഈ ഗ്രാമപ്രദേശം, നാട്, കേരളം, ഇന്ത്യ, അത് വിട്ട് പ്രവാസിയായി ജീവിക്കുന്ന ഒരു അനുഭവം ഉണ്ടായപ്പോൾ രണ്ടാമതൊരാളായി മറ്റൊരാളായി നിന്നുകൊണ്ട് നമ്മൾ ജീവിച്ച ജീവിതത്തെ, നമ്മുടെ പശ്ചാത്തലത്തെ, നമുക്ക് ചുറ്റുമുള്ള മറ്റു മനുഷ്യരെയൊക്കെ നോക്കിക്കാണാൻ പറ്റുവാണല്ലോ. അപ്പം നമുക്ക് വേറിട്ട ഒരു സ്വത്വം ഇവിടെ രൂപപ്പെടുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പൊളിറ്റിക്കലായ, മതപരമായ വീക്ഷണങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഒത്തിരി കാര്യങ്ങൾ, അത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ ഒരു സ്വത്വം രൂപപ്പെടാൻ ഈ പ്രവാസ ജീവിതം നമ്മളെ സഹായിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? 100% ഉണ്ട്, വളരെയധികം ഉണ്ട്. കാര്യം നമ്മൾ നാട്ടിൽ നിന്ന് ജീവിച്ച ഒരു ജീവിത നിലവാരത്തിൽ നിന്നും പ്രവാസത്തിലൂടെ വളരെയധികം ഉയരാനാണ് എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. അത് മിക്ക പ്രവാസികളായി തുടരുന്ന മിക്ക ആളുകളുടെയും അവസ്ഥയും അതുതന്നെയാണെന്നാണ് ഞാൻ കരുതുന്നതും. കാരണം പ്രവാസ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, ജീവിത നിലവാരം കൂട്ടിയിട്ടുണ്ട്, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാക്കിയിട്ടുണ്ട്, സഹവർത്തിത്വത്തിന്റെ പാഠങ്ങൾ ഒരുപാട്. തീർച്ചയായും. പിന്നെ നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ അനീഷയെ പോലെ സമാന മനസ്കരായിട്ടുള്ള എഴുത്തിനോടും വായനയോടും സിനിമയോടും ഒക്കെ ഇഷ്ടമുള്ള ഒരുപാട് സുഹൃത്തുക്കളെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. സമാന മനസ്കരായിട്ടുള്ള ഒരുപാട് മനുഷ്യരെ എനിക്ക് പ്രവാസത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഞാൻ നാട്ടിലായിരുന്നു ജീവിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും ഇത്രയധികം സമാന മനസ്കരെ എനിക്ക് കണ്ടെത്താനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഈ പ്രവാസം, നമ്മൾ ജീവിക്കുന്ന UAE എന്ന് പറയുന്നത് ചെറിയൊരു സ്ഥലമാണെങ്കിൽ പോലും ആ വലിയൊരു സ്ഥലത്തു നിന്നുള്ള കളക്റ്റീവായിട്ടുള്ള ആളുകളാണ് ഇവിടെ സമ്മേളിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊരു പുസ്തകമേള പോലെ, എന്തൊരു സാംസ്കാരിക അല്ലെങ്കിൽ വായന എഴുത്തുമായി ബന്ധപ്പെട്ടുള്ള എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ഇവരെല്ലാം സമ്മേളിക്കും അവിടെ. അപ്പോൾ ഇതുപോലെ ചെറിയ സ്ഥലത്ത് സമ്മേളിക്കുമ്പോൾ നമുക്ക് അവരിലേക്ക് കൂടുതൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഇത്രയധികം ഒരുപക്ഷെ കൂട്ടുകാരെയോ ഈ ഒരേ ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ നമുക്ക് ഇതുപോലെ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതാണ് ഈ പ്രവാസം കൊണ്ടുണ്ടായ എനിക്ക് ഉണ്ടായ മറ്റൊരു നേട്ടം. പുസ്തകത്തിൽ മുൻനുരയായി PK അനിൽകുമാർ പറയുന്നുണ്ട്, കൊക്കാളിക്കാവിലേക്കായിരിക്കും ഖസാക്കിലേക്ക് സർഗയാത്ര നടത്തുന്നത് പോലെ ആളുകൾ ഭാവിയിൽ സർഗസഞ്ചാരം നടത്താൻ പോകുന്നതെന്ന്. ഖസാക്കിനോട് ഉപമിക്കുകയുണ്ടായി പലരും. ഖസാക്കിനെ കുറിച്ച്, OV വിജയനെ കുറിച്ച്, പാലക്കാടൻ ആ ഒരു ബന്ധത്തെക്കുറിച്ചൊക്കെ പറയൂ. ശ്രീ OV വിജയനൊക്കെ ആയിട്ട് പുസ്തകത്തെ അല്ലെങ്കിൽ OV വിജയൻ്റെ കൃതിയായിട്ട് ഈ കൃതിയെ താരതമ്യപ്പെടുത്തിയതിൽ ഉള്ള സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാനാവുന്നതല്ല. അത്രയധികം സന്തോഷമുണ്ട്. കാരണം OV വിജയൻ എൻ്റെ നാട്ടുകാരനാണ്, പാലക്കാടുകാരനാണ്. തസ്രാക്ക് OV വിജയൻ സ്മാരകം എന്ന് പറയുന്നത് എൻ്റെ വീടിനോട് വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് തസ്രാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ പാലക്കാടൻ ഗ്രാമീണതയെ ഇതിൽ ഉൾക്കൊള്ളിച്ചു എന്നാണ് അദ്ദേഹം അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സമാനമായ ജീവിതങ്ങൾ. ഖസാക്ക് എഴുതപ്പെടുന്നത് 60കളിലാണ് ഈ പുസ്തകം വെളിച്ചം കാണുന്നത്. അപ്പോൾ 60കളിൽ നിന്നും പിന്നെയും കുറെ കൂടെ മുന്നോട്ട് പോയിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ പുസ്തകം നമ്മൾ എഴുതിയിരിക്കുന്നത്. എന്നിട്ടും ഇത്തരത്തിലൊരു സാമ്യം അദ്ദേഹത്തിന് തോന്നിയെങ്കിൽ അത് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വായനയിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനെ കുറിച്ച്, പ്രിയപ്പെട്ട എഴുത്തുകാരെ കുറിച്ച് പങ്കുവയ്ക്കാനുള്ള കാര്യങ്ങൾ? കൂടുതലും ഫിക്ഷനാണ് ഇഷ്ടം. നോൺ ഫിക്ഷൻസ് വായിക്കാറുണ്ട്, ചരിത്രങ്ങളും അതുപോലെ മറ്റ് ബയോഗ്രഫികളൊക്കെ വായിക്കാറുണ്ട്. എങ്കിലും കൂടുതൽ ഫിക്ഷൻസാണ് എനിക്കിഷ്ടം പേഴ്സണലി. മലയാളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ GR ഇന്ദുഗോപനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ക്രൈം സ്വഭാവമുള്ള എഴുത്തെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു പുസ്തകമാണ് ബെന്യാമിൻ്റെ മഞ്ഞവെയിൽ മരണങ്ങളും ഫ്രാൻസിസ് സിറ്റിക്കോരയും, TD രാമകൃഷ്ണൻ്റെ ഫ്രാൻസിസ് സിറ്റിക്കോരയും. അത്തരത്തിലുള്ള പുസ്തകങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇംഗ്ലീഷിൽ അഗത ക്രിസ്റ്റി ഇഷ്ടപ്പെട്ട എഴുത്തുകാരിയാണ്. അവരുടെ ഫിക്ഷൻ വർക്കുകൾ ഈ
ക്രൈമും ഇൻവെസ്റ്റിഗേഷൻസും എല്ലാം ഒരുപാട് തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, പലതും എഴുതാനായിട്ടും പലതും ചിന്തിക്കാനായിട്ടും ഒക്കെ. അപ്പോൾ ഇവരൊക്കെയാണ് എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാർ. വായനയും എഴുത്തും ചലച്ചിത്ര നിർമ്മിതിയും അത്തരം സ്വപ്നങ്ങളും എല്ലാം തളിർത്തു പൂത്തുലയട്ടെ. അക്ഷരപ്പുലരിയിലേക്ക് വന്നതിന് ഒരുപാട് നന്ദി. നമസ്കാരം. വളരെയധികം സന്തോഷം അനീഷ, അക്ഷരപ്പുലരിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനും താങ്കളോടൊപ്പം അല്പനേരം ചിലവിടാൻ എന്നെ അനുവദിച്ചതിനും ഒരുപാട് സന്തോഷം.